എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതമായിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ്. 4 ദിവസമായെന്ന് തോന്നുന്നു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കുഞ്ഞൊരു വീഡിയോ ആയിട്ട് വന്നതാണേ. അപ്പോൾ എല്ലാവരും എൻ്റെ വീടിൻ്റെ സ്ഥിതിയും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ കേട്ടോ. എനിക്കൊന്ന് തിരക്കൊഴിയട്ടെ. നിൽക്ക്, അച്ഛനെ കൊണ്ടുപോകാൻ ധൃതിയിലിരിക്കണം കേട്ടോ. ഭയങ്കര തണുപ്പ് ഇവിടെ. അയ്യോ, എന്താ അച്ഛൻ മോനെന്ന് തുടച്ചെന്നില്ലേ ചേട്ടാ? എന്താണ് ഇവന് കഴുകി കൊടുക്കാത്തെ? മോനെ കഴുകി തന്നില്ലേ? നീ അങ്ങോട്ട് പോയി തണുപ്പത്ത് കിടന്ന് ഉറങ്ങുന്നായിരുന്നു. പോകുന്ന ശരി ശരി, തുടക്കാം. അവന് പോണ അച്ഛൻ്റെ പറക. അതേ ഇത് കണ്ടോ, വട്ടം കണ്ടോ? ഭയങ്കര തണുപ്പായിട്ടോ ഇവിടെ. അവൻ ഇന്ന് അച്ഛൻ കഴുകി കൊടുക്കാൻ നേരത്തെ അവൻ കിടന്ന് ഉറങ്ങുന്നായിരുന്നു അച്ഛൻ പല്ലി കേൾക്കുമ്പോഴൊക്കെ. അതുകൊണ്ട് അവൻ കയറുന്ന, എന്നിട്ട് അവിടെ തന്നെ നിൽക്കുന്ന അച്ഛൻ എപ്പോൾ വരുമെന്ന്. ശരി, വാ തുടച്ചു തരാം. തണുപ്പ് തുള്ളലോടെ തുള്ളൽ കണ്ടില്ലേ? വാ തുടച്ച് തരട്ടെ. വട്ട ഈ വന്നിരിക്കുന്ന ഉമ്മൻ കൊടുക്കാനും തടവാനൊക്കെ. അവനെപ്പോഴും ഉണ്ടല്ലോ, അവനെ നോക്കണം. നിൽക്കുക കേട്ടോ. സെറ്ററൊക്കെ ഇടട്ടെ അച്ഛൻ, എന്നിട്ട് കൊണ്ടുപോകട്ടെ. അച്ഛൻ ഡ്രസ്സൊക്കെ ഇടട്ടെ, സെറ്ററൊക്കെ ഇടട്ടെ. അപ്പോൾ അതുവരെ മമ്മി എന്നെ തടവിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. മമ്മിയെ തടവാൻ ആരാടാ? മമ്മി എന്തോരം പണിയെടുക്കുന്നു. മമ്മിയെ തടവാൻ ആരാണ്? മമ്മിക്ക് നീ സഹായിച്ചു തരുമോ? ഇല്ല. മമ്മിക്ക് നീ സഹായിച്ചു തരുമോ? ഇല്ല. മോനെ തടവിക്കൊണ്ടിരിക്കണം. മമ്മി എണീക്കാതെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. മമ്മി എണീക്കാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. മമ്മി എണീക്കാതെ മോൻ്റെ ഡ്രസ്സ് കഴുകാൻ പറ്റില്ല. സുഖരാമൻ. ഭയങ്കര തണുപ്പാണ് കേട്ടോ ഫ്രണ്ട്സ്. നമുക്ക് ഭയങ്കര തണുപ്പും മഞ്ഞും തണുത്ത കാറ്റും സ്വെറ്ററും ഷാളും സോക്സും ഒക്കെ ഇട്ടിട്ട് പറ്റുന്നില്ല. വെള്ളമൊക്കെ ഐസ്. ഇവനാണെങ്കിൽ താഴെ ഇരിക്കത്ത് പോലും ഇല്ല. ഇവൻ ആ കട്ടിൽ ഈ കട്ടിൽ ഒക്കെ ആയിട്ട് കിടക്കത്തുള്ളൂ. ഇപ്പം ഇങ്ങനെ അച്ഛൻ വന്നപ്പോൾ അവിടെ കിടന്നവനാണ്. എപ്പോൾ നോക്കിയിരുന്നാലും അവൻ ഈ കട്ടിൽ അല്ലെ ആ കട്ടിൽ അതിൻ്റെ മുകളിൽ ഇരിക്കത്തുള്ളൂ. അപ്പം അച്ഛൻ പോകുന്നുള്ളതുകൊണ്ട് അവൻ ഓടി വന്നതാണ്. എന്നിട്ട് നിൽക്കുന്നുണ്ട് അച്ഛൻ ഇന്ന് കഴുകാത്തതിൻ്റെ ഇതിൽ കയറി നിൽക്കണം. ഓടി വായച്ച, എന്നെ കഴുകി തായച്ച, എനിക്ക് കഴുകി തന്നിട്ട് പോയച്ച എന്ന്. ഇത് വേണ്ട, കൈയൊക്കെ ആണെങ്കിൽ ഐസ് പോലെയാണ്. നമുക്ക് ഗ്ലൗസ് ഇട്ട് എപ്പോഴും നിന്ന് കഴിഞ്ഞാൽ പണിയെടുക്കാൻ പറ്റില്ലല്ലോ. വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. 2-3 ദിവസമായി ലോങ് വീഡിയോ ഇട്ടിട്ട്. ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്, തിരക്ക് കാരണമൊക്കെയാണ്. അപ്പോൾ നല്ലൊരു എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം തിരക്കുകൾ കഴിയുമ്പോൾ ഞാൻ ഡെയിലി വീഡിയോ ഇടാം. അതൊരു 3-4 ദിവസം ലോങ് വീഡിയോ ഇടുന്നത് ഒത്തിരി പാടാണ്. എഡിറ്റിംഗ് കൂടുതൽ വേണം, അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും പറയും ഇവർക്ക് മുടിയൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ നല്ല മുടിയുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല മുടിയുള്ളതാണ് അവന്. നമ്മൾ മുടിയുടെ സ്കിന്നിൻ്റെ ഒക്കെ ഹെയറിനെയൊക്കെ മെഡിസിൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ നല്ല മുടിയുണ്ട് ഉള്ളതുകൊണ്ട് എല്ലാവരും പറയും തണുപ്പെടുക്കൂല. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇവിടുത്തെ തണുപ്പ് എല്ലാ മുടിയുള്ള പെറ്റുകൾക്കും മുടിയുള്ള കുഞ്ഞുങ്ങൾക്കും തണുപ്പ് തന്നെയാണ് കേട്ടോ. അച്ഛ വിളിച്ചില്ല, അതാണ് കൊച്ചിങ്ങനെ നോക്കുന്നത്. എന്നെ വിളിക്കോ എന്ന്. വിളിച്ചില്ലേ അച്ഛാ? വിളിച്ചില്ലേ അച്ഛാ? അയ്യോ, എന്താ അച്ഛാ വിളിക്കാത്തേ? എന്താ അച്ഛാ വിളിക്കാത്തേ? എന്നെ എന്താ അച്ഛാ വിളിക്കാത്തേ? അച്ഛാ ഷൂ ഇടട്ടെ. താഴെയൊക്കെ തടിയും ആണിയും ഒക്കെയാണ് കേട്ടാ. പോയാൽ ശരിയാവില്ല. ഇപ്പം ഇവന് താഴെ ലേബേഴ്സ് ഉള്ളതുകൊണ്ട് മുകളിലെ കൂടെ അല്ലേ. പോയിട്ട് വാ, ഓടി വാ, പൊക്കോ. അവനെ താഴെ പോകാൻ മടി, ലേബേഴ്സ് ഉള്ളതുകൊണ്ട്. ശരി, മുകളിലേക്ക് വാ, കാണാം. മുകളിൽ പോകണം അവന്. പിന്നെ താഴെ ലേബേഴ്സ് ഉള്ളതുകൊണ്ടാണ് പോകാൻ. മറ്റത് ആദ്യം ഇവനാണ് ഇറങ്ങുന്നത്.
അതുകൊണ്ട് താഴെ ഞാൻ വരണില്ല അച്ഛാ, ലേബേഴ്സൊക്കെ ഉണ്ട്, നമ്മളെപ്പോഴും ലേബേഴ്സ് ഉണ്ട്, നീ പോവല്ലേ എന്ന് പറയുന്നുള്ളതുകൊണ്ട് അവന് മനസ്സിലായി. വിളിക്കുന്ന അച്ഛനെ വിളിക്കുന്ന കണ്ടോ. അച്ഛാ ഓടി വാ ഇങ്ങോട്ട്, എനിക്ക് ക്ഷമയില്ല മുകളിൽ നിൽക്കാൻ. താഴെ നമ്മളെപ്പോഴും കുറേ ലേബേഴ്സ് ഉണ്ട് അവിടെ. ശരിയാണ്, 5-6 ലേബേഴ്സ് ഉണ്ട് നിറച്ചും. ഞാൻ കാണിച്ചു തരാം താഴത്തെ കോലം കേട്ടോ. അപ്പോൾ ഞങ്ങളത് പറഞ്ഞ് ഇവനിപ്പോൾ താഴെ പോകാൻ മടി. അതാ അച്ഛൻ വിളിച്ചപ്പോൾ അവന് പോകാൻ മടി. ഞാൻ മുകളിലേക്ക് കയറി നോക്കി, കൊള്ളാം എന്നാ പറഞ്ഞത്. വിളിച്ചോണ്ടോ പെട്ടെന്ന് വായ അച്ഛാ. അച്ഛ പോയാ ടാറ്റാ. അച്ഛ പെട്ടെന്ന് വായ അച്ഛാന്ന് പറഞ്ഞ. അയ്യോ പോയി കണ്ടോ, അച്ഛ പോയി. മോനെ നോക്കിയപ്പോൾ മോനെ പോയാ അച്ഛാ. പോയാ പോയല്ലേ അച്ഛ, പെട്ടെന്ന് വായച്ചാന്നാണ് ആ പറഞ്ഞത്, കണ്ടില്ലേ നിങ്ങൾ. അയ്യോ പോയാ അച്ഛാ. ശരി, പിന്നെയും ചെന്ന് നോക്കണം അച്ഛ പോയോന്ന് കേട്ടോ. ശരി വരൂ കേട്ടോ. വാ പൊന്നു വാ, പെട്ടെന്ന് വാ. ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം. തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടൊക്കെ വന്നതാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. താഴത്തെ വീടിൻ്റെ ഗതിയൊക്കെ ഞാൻ കാണിച്ചു തരാം, ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും. പോവരുതെന്ന് നമ്മൾ 2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് ഇറങ്ങാത്തതുണ്ടോ. പണിയിലാണ് കേട്ടോ. പണിക്കാരൊക്കെ വരേണ്ട സമയമായിട്ടുള്ളൂ. ഒരാളേ ഉള്ളൂ, ഒരാളെ അവധി. ഒളിച്ചേ ദർവാജയൊക്കെ നമ്മുടെ വാതിലൊക്കെ പിടിപ്പിച്ചു കണ്ടോ. അങ്ങനെ ഓരോ പണി അവിടെയൊക്കെ വാതിൽ പിടിപ്പിച്ചു. പണിക്കാരൊക്കെ വരേണ്ട സമയമാണ്, ഒരു 10 മണിയൊക്കെ ആവും കേട്ടോ വരാൻ. ഇത് കണ്ടോ, വാതിലൊക്കെ പിടിപ്പിച്ചു. ഇത് കണ്ടില്ലേ. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് അഴുക്കായത് കൊണ്ടാണ് കേട്ടോ. പിന്നെ അത് ബാത്റൂമൊക്കെ പിടിപ്പിച്ചു. ഇനി ടൈൽസ് വരാനുണ്ട്, മുകളിലൊക്കെ പിടിപ്പിക്കാൻ ടൈൽസുകൾ വരാനുണ്ട് കേട്ടോ. ടൈൽസ് ഈ ആഴ്ച വരും. അപ്പോൾ ബാക്കിയുള്ള പണികൾ ചെയ്യും, ഇവിടെ ഹൈലൈറ്റ് കൊടുക്കാനൊക്കെ. ഇങ്ങനെ ഇതൊക്കെ വരാനുണ്ട്. വാഷ് ബേസിനൊക്കെ പിടിപ്പിക്കണം, ഇങ്ങനെ പണികൾ. അപ്പോൾ പണികൾ പുട്ടി മേസ്ത്രിയുടെ പണിയും ലക്കടി മേസ്ത്രിയുടെ പണിയും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടോ, ആകെ അലമ്പായിട്ട് കിടക്കുന്ന കേട്ടോ. ഇതൊക്കെ ഇവിടെ വരെ പിടിപ്പിച്ചു. ഇവിടെ വാഷ് ബേസിൻ വരും, ബാത്റൂമിൻ്റെ അകത്തൊക്കെ വാഷ് ബേസിനുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ പണികൾ വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. പിന്നെ ഇത് കണ്ടോ, വാതിലൊക്കെ പിടിപ്പിച്ചു കേട്ടോ. വാതിലൊക്കെ പിടിപ്പിച്ചു. പിന്നെ ഈ സാധനങ്ങൾ കുറച്ച് തടി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളതൊക്കെയാണ് കേട്ടോ. വേണ്ട, വാതിലൊക്കെ പിടിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പുട്ടി മേസ്തിരി വന്നിട്ട് പുട്ടിയുടെ പണിയാണ് കേട്ടോ. ആകെ അലമ്പായിട്ടൊക്കെ കിടക്കണം. ഇതൊക്കെ എല്ലാം ക്ലീൻ ആകുമ്പോഴേ ഇനി ഇതിൻ്റെ ഭംഗി. പഴയ വീടല്ലേ, അപ്പോൾ ഒത്തിരി എക്സ്പെൻഡിച്ചറുമായി. അപ്പോൾ ഇത് കണ്ട പുട്ടിയുടെ പണി. അപ്പോൾ പുട്ടി മേസ്തിരി ഇപ്പോൾ 2 പേര് വരും, ലോഹ മേസ്തിരി വരും. അവരൊക്കെ 9:10 എത്തുള്ളൂ. തടി മേസ്തിരി നമ്മൾ രാവിലെ എത്തും കേട്ടോ. രാവിലെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ അവധിയാണ്. അപ്പോൾ നാളെ ഇത് കണ്ടോ, ഇതിവിടെ നമ്മൾ സ്ലൈഡിങ് കൊടുത്തിട്ട് നടുക്കൊരു കണ്ണാടി കൊടുത്തിട്ട് ഡോറാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കോൺട്രാക്ടർ പറഞ്ഞു അങ്ങനെ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ഇതുപോലത്തെ സൺമൈക്കൊക്കെ ഒട്ടിച്ച് നല്ല സ്ലൈഡിങ് കൊടുക്കും. ഇത് കണ്ടോ. അപ്പോൾ ഇവിടെ പണ്ട് ഡോറായിരുന്നു, ഇനി അത് ഡോർ നടുക്കൊരു കാച്ചിൻ്റെ ഇത് വയ്ക്കും. നല്ല ഭംഗിയായിരിക്കും കേട്ടോ, നല്ല സോളിഡാണ്. ഇപ്പോൾ എല്ലായിടത്തും ആ പണി നടക്കുന്നെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കാരണം അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ പണികൾ നടന്നു വരുന്നു. കാണിച്ച് നിറച്ചും സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ നമുക്ക് ഇതുണ്ട്, പുട്ടിയുടെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ പണി നടക്കുന്നുണ്ട്. ഈ അടുക്കളയിലൊക്കെ ഇനി ബോക്സൊക്കെ വരും കേട്ടോ. ബോക്സും ഇവിടെ ബോക്സൊക്കെ വരും കേട്ടോ. ബോക്സൊക്കെ വരും. അപ്പോൾ ഒരു തടിപ്പണി ഇന്ന് അവധിയാണ് നടക്കുന്നത്. ബാത്റൂമിൻ്റെയൊക്കെ ഡോറ് പിടിപ്പിക്കാൻ കൊണ്ടുവന്ന് ഇപ്പൊക്കെ ചെയ്തേട്ടോ. ഇപ്പം ചെയ്യുന്നു. മുകളിലൊക്കെ ഇങ്ങനെ ഒരു പേസ്റ്റൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഡോറൊക്കെ ഇനി പിടിപ്പിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ
തിരക്കിട്ട പണികളിലൂടെയാണ് കേട്ടോ. ഇവർ എങ്ങനെ ഒരു 6 മേസ്ത്രിയുണ്ട്, പക്ഷേ ഇവർ ഭയങ്കര കണപ്പൻ മട്ടാണ്. കണ്ടത് നമ്മുടെ മണി 9 ആയിട്ടുള്ളൂ കേട്ടോ. ഈ വാതിലൊക്കെ ലാസ്റ്റാണ് കേട്ടോ. ഈ ഗ്രില്ലിൻ്റെയും മെയിൻ ദർവാജയുടെ പണിയൊക്കെ ലാസ്റ്റാണ്. അപ്പുറത്തൊക്കെ ഇത് കണ്ടോ. ഇവിടെ ദർവാജ പിടിപ്പിക്കണം, ഇത് പിടിപ്പിച്ചിട്ടില്ല. भैया एखने का दरवाजा कोरी नहीं की പോറേ കൊരുതവയ്ക്ക് ഇപ്പോൾ ഈ ദർവാജ പിന്നെ പിടിപ്പിക്കണം. ഇവിടെ നമ്മൾ കാച്ചി വെക്കും കേട്ടോ, സ്ലൈഡിങ് വെക്കും. ഈ ഗ്രില്ലെടുക്കൂല, ഗ്രില്ലിൻ്റെ അവിടെ കൂടെ അത് വലിയ ഗ്രില്ലാണ്. അപ്പോൾ നമ്മൾ ഗ്രില്ലിൽ സ്ലൈഡിങ് വെക്കും. കാരണം ഈ 2 വാടകക്കാരെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പ്രൈവസി വേണമല്ലോ, അതുകൊണ്ട് കേട്ടോ. പണിക്കാരൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ ഈ സ്റ്റെപ്പിലൊക്കെ പുട്ടിങ്ങിൻ്റെ പണികളുകൊണ്ട് ഒരുപാട് അഴുക്കാട്ടോ. മുകളിലേക്ക് പോകുമ്പോൾ എപ്പോഴും നമ്മൾ തൂത്തും തുടച്ചൊക്കെ ഇരിക്കണം. പിന്നെ ഓരോ പണി നടന്നുകൊണ്ടിരിക്കണം. ഓരോരുത്തർ വന്നു തുടങ്ങി. ഇനി 9 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴാണ് ഇങ്ങനെ വീഡിയോ എടുക്കണം. അവർ ചെറിയ വീഡിയോ ആണ് കേട്ടോ. നിങ്ങളെല്ലാം ഓരോരുത്തരൊക്കെ വന്നു തുടങ്ങി. നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. നിങ്ങളുടെ ഇത് കണ്ടോ, നിറച്ചും നടക്കാനും ഇരിക്കാനൊന്നും പറ്റാത്ത ഒരു ഗതികേടാണ് ഇവിടെ. നിറച്ച സാധനങ്ങൾ ഓരോരുത്തർ വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ, നിറച്ചും കച്ചട ഇരിക്കുന്ന, അങ്ങനെ നമുക്ക് ഇരിക്കാനും വൃക്കാനൊന്നും വരാത്ത ഒരു സമയവും കാര്യങ്ങളൊക്കെയാണ്. ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്ന അതൊക്കെ ഉള്ളൂ. കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് താഴേക്ക് പോയിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ ഇവരുള്ളതുകൊണ്ടേ ഭയങ്കര സ്വാതന്ത്ര്യത്തിന് നമുക്കെന്ന് പറഞ്ഞാലേ ഒരു സ്ഥലത്ത് പോകാൻ പറ്റുന്നില്ല. രണ്ടാമത് കുഞ്ഞിനെ ഇവർ ബാത്റൂം അവിടെ ലൈൻ കൊടുത്തില്ല. പഴയ ബാത്റൂം പൊട്ടിച്ചിട്ട് പുതിയ ബാത്റൂമിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കാരണം അവർ ഈ ബാത്റൂം ഇവിടെ ഹോളിലുള്ള ബാത്റൂമിലാണ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് നല്ല പണിയാണ്. നമുക്ക് ഒരിടം വീട് വിട്ട് പോകാൻ പറ്റൂല, ഒന്നും ഇരിക്കാൻ പറ്റൂല. ഹോള് വിട്ട് ആ റൂം ഈ റൂം പതയുന്നുണ്ട്. ഇവിടെ എല്ലാവരും വാതിലിച്ച് കിടപ്പാം, മോളും മോനൊക്കെ തണുപ്പായത് കാരണം. മോനെ ഞാനപ്പോൾ അവളുടെ റൂമിലോ എൻ്റെ റൂമിലോ ഒക്കെ കൊണ്ടുവന്ന് ഇരിക്കുക. അവരെ കാണുമ്പോഴേ ഇവൻ ഭയങ്കരമായിട്ട് ചാടും കേട്ടോ, കടിക്കാനായിട്ട്. കാരണം അവർ ഡെയിലി ഓരോരോ മേസ്ത്രിമാരല്ലേ വരുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ റൂമിലിട്ട് ഇവനെ അടച്ചു വെക്കേണ്ടി വരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫ്രീഡത്തിന് നമുക്ക് കൊച്ചിൻ്റെയും ഫ്രീഡത്തിനൊക്കെ ഹാനിയിരിക്കുന്ന കേട്ടോ. അവർ മുകളിൽ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ മുകളിൽ ബാത്റൂമിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരിടത്തും ഇറങ്ങാനും പറ്റില്ല. ഇവനെ അവരവിടെ നിന്നുകൊണ്ടേ പറയും, ഇവനെ ഒന്ന് റൂമിലേക്ക് ആക്കണേ എന്ന്. പാവം കൊച്ചിന് അതുകൊണ്ട് അപ്പം ഞാൻ ഈ ഫ്രണ്ട് വാതിലെപ്പോഴും അടച്ചിടും. അപ്പോൾ അവർ വന്ന് കൊട്ടിയിട്ട് പറയും ഇവനെ അകത്തേക്കാക്കുന്നത്. അപ്പോൾ അത് കാരണം കൊച്ചിനും ഭയങ്കര ഫ്രീഡത്തിന് ഒരു ഹാനികരം, ഞങ്ങൾക്കും. ഇപ്പോൾ പെട്ടെന്ന് അവർ പണി കഴിഞ്ഞാൽ മതിയോ. കോൺട്രാക്ടറിനോട് നമ്മൾ പറഞ്ഞു മടുത്ത് കേട്ടോ. പെട്ടെന്ന് തന്നെ പണി കഴിപ്പിച്ചുതരാം. അപ്പോൾ ഈ മാസം തീരുന്നതുകൊണ്ട് ഈ മാസം തീരുന്നില്ല. ഇനിയും വിളിച്ച് പറയണം. നമ്മൾ കാശ് കൊടുക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന് പണി ചെയ്താണ്, ഇതിൻ്റെ പിറകെ നടക്കാൻ പറ്റില്ല. എനിക്ക് ഫെബ്രുവരിയിൽ നാട്ടിൽ വരണം പെട്ടെന്ന്. അപ്പോൾ ഒരുവിധം പണി ഒതുക്കി പുറത്തെ പണിയാണെങ്കിൽ ഇത്ര അധികം ഉണ്ടാവില്ല. കാരണം ഈ കണക്ഷനൊക്കെ കൊടുത്തവർ താഴെ ബാത്റൂമിൽ തന്നെ പൊക്കോളും. നമ്മുടെ എല്ലാം പൊട്ടിച്ചില്ലേ, പഴയ പൈപ്പ് ലൈൻ, പഴയ ലൈൻ, ഇലക്ട്രിക് ലൈൻ എല്ലാം പൊട്ടിച്ച് പുതിയതാക്കി. പഴയ വീടായതുകൊണ്ടേ. അപ്പോൾ കൊച്ചിങ്ങനെ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു വീഴ്ച വീണുകൊണ്ട് നല്ല വീഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഈ 100 പ്രാവശ്യം താഴെയും മോളും നടക്കുന്നതല്ലേ. ഇനി ടെറസിൻ്റെ മുകളിലും ഉണ്ട് പണി. അവിടെ ഒരു സാധനങ്ങൾ ഡംപ് ചെയ്യാനും അയ വിരിക്കാനുള്ളതൊക്കെ അവിടെയും ചെയ്യണമെന്ന്. അതിൻ്റെ സ്ട്രക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ. അപ്പം അതിൻ്റെ ഇടയിലാണ് ഞാനിങ്ങനെ ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് സഹിച്ച് ക്ഷമിച്ച് എന്നോടൊന്ന് പൊറുക്കുക. നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. കാരണം ഇവനിങ്ങനെ ഒരു റൂമിൽ നമ്മൾ ഇടുമ്പോഴേ നമുക്കൊരു ഫ്രീഡം വേണ്ടേ എല്ലാത്തിനും. അപ്പോൾ വരാം, നമ്മൾ കുഞ്ഞിൻ്റെ നല്ല വീഡിയോ ആയിട്ട് വരാം. മോൻ്റെ നല്ല വീഡിയോസൊക്കെ ആയിട്ട്. ഇപ്പോൾ ഷോർട്ട് വീഡിയോ നമുക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്തിടാം, ലോങ് വീഡിയോ അങ്ങനെ അല്ലല്ലോ. അപ്പോൾ അത് കാരണം നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം.
അതുവരേക്കും ബൈ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. തിരക്കിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് എല്ലാവരും ഹായ് തന്നി, ഹായ് ടാറ്റ പറഞ്ഞു പൊന്നു, ടാറ്റ. എല്ലാവർക്കും ടാറ്റ കൊടുക്കുക. ടാറ്റ ടാറ്റ. കണ്ടോ ശരിക്കും ടാറ്റ വന്നു. ടാറ്റ ടാറ്റ. കള്ളത്തരം കാണിക്കരുത്, അവിടെ ഇട്ട് ചൊറിയാനല്ല, കള്ളത്തരം കാണിക്കരുത്. പറ ടാറ്റ ടാറ്റ ടാറ്റ. ആ, അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും